കേരളത്തിന്റെ നെല്ലറയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാലക്കാടിന്റെ ഹരിതഭംഗിയിൽ മഞ്ഞപ്ര എന്ന ഉൾനാടൻ ഗ്രാമം വേദമന്ത്രജപങ്ങളാലും സപ്തസ്വര ലയതാളമേളങ്ങളാലും പ്രകൃതിയെ ശുദ്ധം ചെയ്തെടുത്ത ദേവഭൂമി. വയലിൻ വിദ്വാൻ വെങ്കിടേശ്വര ഭാഗവതരുടെയും പാർവതിയുടെയും മകനായ ദേവേശ ഭാഗവതരുടെ രണ്ടാമത്തെ മകനായി 1923 മെയ് മാസം 20 രാമനാഥൻ ജനിച്ചു. അമ്മ സീതാലക്ഷ്മി, ഏക സഹോദരി പാർവതി എന്ന തങ്കം. സംഗീത പാരമ്പര്യത്തിൽ പിറന്നുവീണ ഉണ്ണിയിൽ ഈശ്വരസിദ്ധിയുടെ മാറ്ററിയാൻ കാത്തിരുന്ന ദേവേശ ഭാഗവതർക്ക് ബാലന്റെ അസുര ശബ്ദം നിരാശയേറ്റി. വാര്യത്ത് കുട്ടികൾക്ക് സംഗീതം പകരുന്ന അച്ഛന്റെ സവിധത്തിൽ അവഗണനയുടെ നോവറിഞ്ഞ ബാലൻ മഹാമൗനത്തിലും നാദലഹരിക്കായി കാതുകളെ തുറന്നിട്ടു. ഏകാന്ത ബാല്യത്തിന്റെ ഹൃദയവിലാപങ്ങൾ കണ്ണീരണിഞ്ഞ പ്രാർത്ഥനയായി ഈശ്വരന് മുന്നിൽ അർപ്പിക്കപ്പെട്ടു. ജനിമൃതികളുടെ ചാക്രികഗതിയിൽ ആത്മാവിലടക്കം ചെയ്ത നിധിയെക്കുറിച്ചുള്ള അവ്യക്ത സ്മരണയുടെ പ്രേരണയാൽ മഞ്ഞപ്രപ്പുഴയുടെ പ്രഭാതക്കുളിരിലേക്ക് രാമനാഥൻ ഇറങ്ങി നടന്നു. മകന്റെ കഠിനശ്രമങ്ങളും ഇച്ഛാശക്തിയും ദേവേശ ഭാഗവതരിൽ പ്രതീക്ഷയുണർത്തി. അതോടെ അച്ഛൻ തന്നെ രാമനാഥന് ആദ്യ ഗുരുവായി. കാലഗതിയിൽ മുദ്രയാകേണ്ട മഹാസംഗീതജ്ഞന്റെ ബീജരൂപം ഈശ്വരാനുഗ്രഹത്താൽ പുഷ്ടി പ്രാപിക്കുകയായിരുന്നു. മഞ്ഞപ്ര ഹിന്ദു മിഡിൽ സ്കൂൾ, ആലത്തൂർ നെല്ലിക്കലിടം ASM ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായി
സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. പിന്നീട് പാലക്കാട് വിക്ടോറിയ കോളേജിലേക്ക് ചേക്കേറി. 1940കളിൽ കോളേജ് പഠനകാലത്ത് താരേക്കാട്ട് അഗ്രഹാരത്തിലെ മഞ്ഞപ്ര കല്യാണകൃഷ്ണ ഭാഗവതരുടെ മഠത്തിൽ താമസിച്ച് സംഗീത സാധകം തുടർന്നുപോയി. ഇക്കാലത്തൊരിക്കൽ കൽപ്പാത്തി രഥോത്സവത്തിന് പാടാൻ അവസരം ലഭിച്ച രാമനാഥനെ ആരാണ് ഈ പാതാളശ്രുതിക്കാരൻ എന്ന് ചിലർ ആക്ഷേപിച്ചെങ്കിലും രാമനാഥനിലെ തീ അണയ്ക്കാൻ ഇത്തരം പരിഹാസങ്ങൾക്കായില്ല. ഇവരെന്നെ ബഹുമാനിക്കുന്ന കാലം വിദൂരമല്ല എന്ന ഉഗ്രശപഥത്തിൽ രാമനാഥനിലെ തിരിച്ചറിവും ആത്മവിശ്വാസവും വ്യക്തമായിരുന്നു. സംഗീതത്തിൽ അറിവ് തേടി പാലക്കാടൻ നഗരസന്ധികളിലേക്ക് ഇറങ്ങി നടന്നും രാമനാഥപുരം, തിരുനെല്ലായി, കൊടങ്ങരപ്പള്ളി മുതലായ അഗ്രഹാര തെരുവുകളിൽ അലഞ്ഞും കൽപ്പാത്തിപ്പുഴയോരത്തിരുന്ന് സംഗീതത്തിൽ തനിക്കുള്ള ഭാവിയെക്കുറിച്ച് സ്വപ്നം കണ്ടു രാമനാഥനിലെ പാട്ടുകാരൻ വിദ്യാഭ്യാസം തുടങ്ങി. 1943 സയൻസിൽ ബിരുദമെടുത്തിറങ്ങിയ രാമനാഥൻ ഭേദപ്പെട്ട ജോലിക്ക് അവസരമുണ്ടായിട്ടും തന്റെ ഉള്ളിലെ നിധിയെപ്പറ്റി ആത്മബോധമുണ്ടായിരുന്നതുകൊണ്ട് സംഗീത വഴികളിൽ ദരിദ്രനായി നടക്കാൻ ഇഷ്ടപ്പെട്ടു. ശ്രേഷ്ഠനായ ഗുരുവിലൂടെ മാത്രമേ സംഗീതജ്ഞാനം നേടാനാകൂ എന്ന് വിശ്വസിച്ച രാമനാഥൻ ഈശ്വരനിൽ ശരണപ്പെട്ട് അസാധാരണമായ ഇച്ഛാശക്തിയോടെ ഗുരുവിനെ തേടി യാത്രയായി. ചിദംബരനാഥന്റെ കാൽക്കൽ കണ്ണീരു വീഴ്ത്തിയ നീണ്ട യാത്രയുടെ അന്ത്യത്തിൽ രാമനാഥൻ മദിരാശിയിലെ അടയാറിലുള്ള കലാക്ഷേത്രയിൽ എത്തിച്ചേർന്നു. 20ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ ദേവദാസി സമ്പ്രദായത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഭരതനാട്യം എന്ന മഹത് കലയ്ക്ക് പുതിയ മാനവും സമൂഹത്തിൽ ഉന്നത ശ്രേണിയും നേടിക്കൊടുത്ത രുക്മിണി ദേവി എന്ന നാട്യചക്രവർത്തിനി നാട്യം, സംഗീതം, ചിത്രകല എന്നിവയ്ക്ക് വേണ്ടി ബസന്റ് തിയോസഫിക്കൽ സൊസൈറ്റിക്കരികിൽ തുടങ്ങിയ കലാക്ഷേത്രയിൽ എത്തിച്ചേർന്നതോടെ ടൈഗർ വരദാചാരി എന്ന വിഖ്യാതനായ സംഗീതാചാര്യന്റെ അരുമ ശിഷ്യനാകാനുള്ള ജന്മനിയോഗം സാക്ഷാത്കരിക്കപ്പെടുകയായിരുന്നു. ഗുരുകുല സമ്പ്രദായ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ പുതിയ കാലത്തിലെ ഗുരുശിഷ്യ ബന്ധത്തിന്റെ ദൈവിക സാക്ഷ്യമായിരുന്നു ടൈഗർ വരദാചാരിയും രാമനാഥനും. സംഗീത ശിരോമണി കോഴ്സിലെ ആദ്യ വിദ്യാർത്ഥിയായി ചേർന്ന് ഗുരുമുഖത്ത് നിന്ന് കിട്ടിയ വിദ്വത്വം പോഷിപ്പിച്ച് ആ പാതയിലൂടെ സ്വന്തം ശൈലി കെട്ടിപ്പടുത്ത് കർണാടക സംഗീത ചക്രവാളത്തിലേക്ക് ഉയരുകയായിരുന്നു രാമനാഥൻ. ടി രാമനാഥൻ സാർ ഒരു സംഗീതജ്ഞൻ മാത്രമെന്ന് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം 20ാം നൂറ്റാണ്ടിൽ ഒട്ടേറെ അതുല്യ പ്രതിഭകൾ ഉണ്ടായിരുന്ന സമയത്ത് തനതായ ഒരു ശൈലിയോടെ കർണാടക സംഗീത ഫീൽഡിൽ വന്ന് അതിൽ ഒരു വ്യക്തിമുദ്ര സ്ഥാപിക്കുക മാത്രമല്ല, ശ്രീ ചെമ്മൻകുടി ശ്രീനിവാസയ്യർ അവർ തന്നെ പറഞ്ഞതുപോലെ ദ മ്യൂസിഷ്യൻ എമംഗ് മ്യൂസിഷ്യൻസ് ഓഫ് ദി 20th century എന്ന ഒരു സ്ഥാനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. സംഗീത വിദ്വാൻ എന്ന് പറഞ്ഞാൽ രാമനാഥൻ സാർ കഴിച്ചിട്ടേ ബാക്കി എല്ലാവരും ഉള്ളൂ. എന്താ വെച്ചാൽ സംഗീതമപി സാഹിത്യം. ആ സാഹിത്യം അദ്ദേഹം വളരെ ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്ത് ഓരോ അക്ഷരങ്ങളെയും എങ്ങനെ പിരിക്കണം, എങ്ങനെ പിരിച്ചാൽ ആ ഭാവം ഉണ്ടാവും എന്നുള്ളത് അദ്ദേഹത്തിൽ തന്നെ പഠിക്കണം. ഞങ്ങളത് പഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്. ഓരോ ഭാവം ഇപ്പം നഗുമോമോ എന്ന് പാടിയിട്ടുണ്ടെങ്കിൽ ആ നഗുമോമിൻ്റെ ഉദ്ദേശം എന്താണ്, ത്യാഗരാജ എങ്ങനെയാണ്, ഏത് സന്ദർഭത്തിലാണ് അദ്ദേഹം അത് ഉണ്ടാക്കിയത്, അതിൻ്റെ ഭാവം എന്താണ് എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ നമുക്ക് തന്നെ കണ്ണിന്ന് വെള്ളം വരും. അത്ര നന്നായിട്ട് ഭാവ അനുഭവത്തോടു കൂടി പാടുന്ന സംഗീത വിദ്വാൻമാർ വളരെ ചുരുക്കം വരെ ഉള്ളൂ എന്ന്
തീർത്ത് പറയാൻ കഴിയും. 60കളിൽ തിരുവാൻമിയൂരിൽ രുക്മിണി ദേവി സ്വന്തമായി വാങ്ങിയ വിശാലമായ സ്ഥലത്തേക്ക് കലാക്ഷേത്ര മാറ്റിസ്ഥാപിച്ചു. കർണാടക സംഗീതത്തിലെ ദേവതുല്യരായ പൂർവ്വസൂരികളെ ആത്മാവിലേറ്റി പഴമയുടെ ഊറ്റുറവയിൽ നിന്നുകൊണ്ട് പാട്ടിനെ നവീകരിച്ച് ലോകമനസ്സിലേക്ക് തീർത്ഥയാത്ര ചെയ്ത രാമനാഥന് തന്റെ തട്ടകമായിരുന്ന ഗുരുപാദസ്പർശമുള്ള കലാക്ഷേത്രയോട് വല്ലാത്ത മമതാബന്ധമായിരുന്നു. പഠിപ്പിച്ചും പാടിയും തലമുറകൾക്ക് വെളിച്ചമായി രാമനാഥൻ. ഡാൻസ് ഡ്രാമാസ് നാട്യനാടകങ്ങൾ കലാക്ഷേത്രത്തിൽ അനവധി ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത്. സാർ അതെല്ലാം നോക്കി സ്റ്റഡി ചെയ്ത് എല്ലാം ഗ്രഹിക്കും. എല്ലാം നമ്മൾ എന്താ ചെയ്യുന്നത്, എന്താ എക്സ്പ്രഷൻ ചെയ്ത്, എത്രത്തോളം നമ്മൾ ചെയ്തിരുന്നു, ഇതെല്ലാം നോക്കി പിന്നെ അത് പിറ്റേ ദിവസം ക്ലാസ്സിൽ വന്ന് അതിനെപ്പറ്റി സംസാരിക്കും. രുക്മിണി ദേവിയുടെ ബുദ്ധാവതാരം നൃത്തനാടകത്തിന് സംഗീതം പകരുന്നതുൾപ്പെടെ കലാക്ഷേത്രയിലെ മറ്റ് കലാപ്രവർത്തനങ്ങളിലും രാമനാഥന്റെ മുദ്രയുണ്ടായിരുന്നു. His music was full of Artha Bhava and Sahitya Bhava, and it was for him a path leading to divinity. So when you heard his music, you could feel the divine coming out of you, ebbing in you. And that is the purpose of all our classical arts, especially our music, Carnatic music, which is based on as a way, a pathway to the Godhead. അദ്ദേഹത്തിൻ്റെ ഈ മനോധർമ്മം വളരെ കൂടുതലായതുകൊണ്ട് ഓരോന്നും പാടുമ്പോൾ കച്ചേരിയിൽ തന്നെ അദ്ദേഹം ഒന്ന് മാറ്റും. അങ്ങനെ മാറ്റി 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 പാടുമ്പോൾ ഒരു പാട്ട് തന്നെ അദ്ദേഹം പല സന്ദർഭങ്ങളിൽ പാടുമ്പോൾ പല പോലെ ഇരിക്കും. ഇങ്ങനൊരു വിഷമുള്ളതുകൊണ്ട് പിൻപാട്ടിൽ നിശ്ചയമായിട്ട് പാടാൻ ആർക്കും സാധിച്ചിട്ടില്ല. അദ്ദേഹം മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എനിക്കും ആ വിഷമം ഉണ്ടായതുകൊണ്ട് ഞാൻ ചോദിച്ചു, ഇതൊരു വിഷമുണ്ട്, നിങ്ങളുടെ പാട്ട് ഇങ്ങനെ ഓരോ പ്രാവശ്യങ്ങൾ പാടുമ്പോൾ എങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത്, ഇതിനൊരു വിഷമുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇന്ന് ഈ ഷർട്ട് ഇടുന്നു, നാളെ വേറെ ഒരു ഷർട്ട് ഇടുന്നു, മറ്റന്നാൾ വേറെ ഒരു ഷർട്ട് ഇടുന്നു. അതുകൊണ്ട് ആളിന് വല്ല മാറ്റമുണ്ടോ? ഇല്ല, അലങ്കാരം മാറ്റുന്നു, അത്രയേ ഉള്ളൂ. അതുപോലെ ഞാൻ പാടുമ്പോൾ അലങ്കാരങ്ങൾ ഞാൻ മാറ്റുന്നു, ഡെക്കറേഷൻ മാറ്റുന്നു. അതുകൊണ്ട് ഓരോ മാതിരി തോന്നും. മേക്കപ്പ് മാറ്റുമ്പോൾ ആള് പോലെ തോന്നും, പക്ഷെ ആള് മാറിയിട്ടില്ല. സംഗീത വഴിയിൽ മകന് താങ്ങും തണലുമായി മാതാപിതാക്കളും മദ്രാസിലേക്ക് ചേക്കേറിയിരുന്നു. 1953 മെയ് 28 വിശാലാക്ഷി എന്ന കുലീനയായ തമിഴ്നാട്ടുകാരിയെ അദ്ദേഹം ജീവിത പങ്കാളിയാക്കി. പ്രശസ്തിയുടെ പടവുകൾ കയറുമ്പോഴും നീണ്ട ദാമ്പത്യത്തിൽ അനപത്യ ദുഃഖം ഉള്ളിലെ വിങ്ങലായി. സഹോദരി പുത്രി രാധാ സുബ്രഹ്മണ്യന്റെ മകൻ ബാലാജിയെ ദത്തെടുത്ത് രാമനാഥൻ സ്നേഹത്തിന് മാതൃകയായി. 1969 അടയാറിൽ അദ്ദേഹം പുതിയ വീട് വെച്ചു. തികഞ്ഞ രാമഭക്തനായ രാമനാഥൻ തന്റെ പൂജാമുറിയിലെ വിഗ്രഹത്തിനു മുന്നിൽ നിത്യവും പുഷ്പാർച്ചനയും ഗാനാർച്ചനയും നടത്തിയിരുന്നു. നന്നു വീടചി കദല കൂര രാമയ്യ രാമ കോദണ്ഡ രാമ പട്ടാഭിരാമ. அவருக்கு கம்போசிங் மூடு இருந்ததுனாக்க நிசிராத்திரியில் உட்காந்து கம்போஸ் பண்ணுவார் நிறைய. அப்போ நம்ம படுத்துட்டு இருந்தால் கூட ஒரு எழுப்பி எனக்கு ஒரு பேப்பரும் ஒரு பேடு பென்சில் கொண்டு கொடுத்துட்டு படுத்துக்கோ அப்படின்வார். எடுத்து கொடுப்பேன், உட்காந்து எழுதுவேன். அப்புறம் எழுதி வச்சுட்டு அதை வச்சுட்டு இப்படி படுத்துடுவேன். அது நைட்டு எங்கேயாவது ஒரு ப்ரோக்ராம் போயிட்டு வந்தாலும், ஒரு கோவிலுக்கெல்லாம் போயிட்டு வந்தாலும் சுவாமி நடைய பார்த்தானாக்கா அவருக்கு அது ஒரு அந்த அம்பாளை பற்றி கம்போஸ் பண்ணுவேன். சாப்பாடில் எந்த இதுக்குமே சாப்பாடுக்கே ஏதானு ஒரு ஸ்வீட் வேணானாக்கா இன்னும் காரம் வேணாலும் கரகர பிரியா கொண்டு வருவார். ராகத்து பேர் தான் வீட்லேயே எல்லாம்.
ബഹുഭാഷാ പണ്ഡിതനായിരുന്ന രാമനാഥൻ കീർത്തനങ്ങളും തില്ലാനകളുമായി 300-ലേറെ കൃതികൾ രചിച്ചു. രചനകൾക്ക് ഗുരുനാമം ചേർത്ത് വരദദാസൻ എന്ന് മുദ്രവെച്ച് സർവം സമർപ്പിച്ചുള്ള ഗുരുഭക്തിയുടെ വിശുദ്ധമായ ശിഷ്യമാനസം അദ്ദേഹം വ്യക്തമാക്കി. இந்த செஞ்சுரியில் தியாகராஜர்னு தான் சொல்லணும். வெறும் ஆடம்பரம் எல்லாம் பிடிக்காது, ரொம்ப சிம்பிளாக இருப்பார். எங்களுக்கும் அது மாதிரி தான் எங்களையும் பழக்கம் பண்ணி விட்டுருக்கார். என்னையும் அதே இதில் தான் சிம்பிளாக இருக்கணும், ஒரு அடக்கமாக இருக்கணும், ரொம்ப ஆடம்பர செலவெல்லாம் பண்ணக்கூடாது. அது மாதிரி எந்த நேரமும் மியூசிக் அந்த எதை பற்றி பேசினாலும் வரும் கடைசியில் அந்த மியூசிக் பற்றி ஒரு பேச்சு வந்துடும். കേരള സംഗീത നാടക അക്കാദമി, കേന്ദ്ര സംഗീത നാടക അക്കാദമി, യോഗം നാഗസ്വാമി അവാർഡ്, മൈലാപ്പൂർ ഫൈൻ ആർട്സ് ക്ലബിന്റെ കലാനിപുണ, ഇന്ത്യൻ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ സംഗീത ശിഖാമണി തുടങ്ങി പുരസ്കാരങ്ങൾ രാമനാഥനെ തേടിവരികയായി. 1974 പത്മശ്രീ നൽകി രാഷ്ട്രം ആ മഹാപുരുഷനെ ആദരിച്ചു. ஸ்லோவாகவும் பாடுவார். அட் த சேம் டைம் ஹி இஸ் சிங்கிங் த ஃபாஸ்ட் ஆல்சோ. கமக்காஸ் அண்ட் ஆலாபனாஸ் எல்லாம் வெரி ஃபாஸ்ட்டாக பாடி காமிப்பார். அண்ட் ஆல்சோ ஸ்லோவாக பாடுறச்சே அந்த ஃபுல் ராகபாவத்தை நம்ம காமிக்க முடியும். ஒரு பேகடை அல்லது ரீதி கவலை அந்த மாதிரி வரைச்சே அதனுடைய ஸ்வரஸ்தானத்தை ஸ்லோவாக பாடுறச்சே தான் ஃபுல்லாக ராகபாவத்தை நம்ம கொண்டு வர முடியும். வேகமாக பாடிகிட்டே போனால் காமிக்க முடியாது. ലോകമറിഞ്ഞ മഞ്ഞപ്രയുടെ പുത്രനെ പിറന്ന മണ്ണ് ആദരവോടെ അഭിമാനത്തോടെ നെഞ്ചിലേറ്റുന്നു. ഗ്രാമത്തിലെ ശാസ്താക്ഷേത്രം, സമീപത്തെ വിഷ്ണുക്ഷേത്രം, അമ്പലക്കുളം, കടന്നുപോയ വഴികൾ. സംഗീതത്തിന്റെ പരമമായ സുഖം, ആനന്ദം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ബേസിൽ പാടും. ചിലപ്പോൾ വളരെ താഴ്ന്ന ശബ്ദത്തിൽ ആ ഗാനം, ആ രാഗമൊക്കെ ആലപിക്കുമ്പോൾ അത് ആർക്കും സാധിക്കില്ല. അത് എന്തോ ഒരു സിദ്ധി കഴിവാണത്, ഭഗവാൻ കൊടുത്തിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. അതിലാണ് അദ്ദേഹം ഏറ്റവും പ്രഗത്ഭനായത്. പാലക്കാട് മണിയേരൊക്കെ മൃദംഗം അദ്ദേഹത്തിന് ഒപ്പം വായിച്ചിട്ടുണ്ട്. ആ സമയത്ത് പാലക്കാട് മണിയേര് പറയും, நமக்கு என்னத்துக்கிட அந்த மைக்கெல்லாம் மைக்கு இருந்தால் அந்த ശബ്ദം സുഖം പോച്ച് അത് പാടില്ലേ എന്ന് പറയും. എൻ്റെ ചെറിയച്ഛനും അതുപോലെയാണ്. തുറന്ന് പാടണം, മൈക്കും പാടണ്ട, ഒന്നും വേണ്ട, അതിൻ്റെ സുഖം ഒന്നിനും കിട്ടില്ല എന്ന് എപ്പോഴും എൻ്റെ ചെറിയച്ഛൻ പറയാറുണ്ട്. ഇവിടെയായിരുന്നു രാമനാഥൻ ജനിച്ചു വളർന്ന വീട്. തലമുറകളുടെ സംഗീതം കേട്ടുറങ്ങിയ പ്രൗഢഭവനം കാലം മായ്ച്ചു കളഞ്ഞെങ്കിലും വിശുദ്ധമായ ഈ മണ്ണിന് കാവലാളായി രക്തബന്ധത്തിലെ കണ്ണികൾ ആർദ്രസ്മരണകളോടെ രാപ്പാർക്കുന്നു. ലീവിൽ വന്നാൽ നമ്മുടെ മഠത്തിലേക്ക് ഓടി വരും. അവന് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് ഞങ്ങൾ ഉണ്ടാക്കിയും കൊടുക്കും. അവന് അധികം പിടിക്കണത് അടയാണ്. അടയും വെണ്ണയും വേണം, എന്നാലേ അയാൾ തിന്നുള്ളൂ. കുളിക്കാനൊക്കെ പോയാൽ കുറേ നേരം കുളിച്ചിട്ട് വരും. നിറയെ എണ്ണയൊക്കെ തേച്ച് കുളിച്ചിട്ട് വന്നാൽ, മന്നി ഇനി ജീരാരസം വെക്കണം കേട്ടോ, ഉപ്പേരി വയ്ക്കണം കേട്ടോ, പപ്പടം ചുട്ടാൽ മതി, എണ്ണ വേണ്ട എന്നൊക്കെ പറയും. അതുപോലെയൊക്കെ ചെയ്തു കൊടുക്കും ഞാനും ഇവിടെ. അവന് വലിയ കാര്യമായിരുന്നു എന്നെ. ശ്രീ പൂർണ്ണത്രയീശ സംഗീത സഭ, ശ്രീ രാജരാജേശ്വരി സംഗീത സഭ, സ്വാതി തിരുനാൾ സംഗീത സഭ, രസികപ്രിയ തുടങ്ങി നിരവധി വേദികളിൽ അദ്ദേഹം പാടിയിരുന്നു. തിരുവനന്തപുരം നവരാത്രി മണ്ഡപത്തിൽ തുടർച്ചയായി 25 വർഷത്തോളം പാടിയ MDRന്റെ അവസാനത്തെ കച്ചേരി 1983 ഒക്ടോബർ 11 രാമനാഥൻ എന്ന അതുല്യ പ്രതിഭയെ തിരിച്ചറിഞ്ഞ മലയാള കലാസാഹിത്യ രംഗങ്ങളിലെ പ്രമുഖർ രചിച്ച കവിതകളും നോവലുകളും പഠനങ്ങളും ചിത്രങ്ങളും
MDR സംഗീതത്തിന്റെ സ്വാധീന ശക്തി എത്രമേൽ ആഴത്തിലാണെന്ന് ബോധ്യപ്പെടുത്തുന്നു. വേദനകളുടെ പുറംപറ്റിയായിരുന്നു രാമനാഥന്റെ ജീവിതം. കഷ്ടപ്പാട് നിറഞ്ഞ ജീവിത വഴികളിൽ ചിത്തഭ്രമത്തിന്റെ നാളുകൾ. പ്രശസ്തിയുടെ നിറവിൽ നിന്ന് യാതനാപൂർണമായ ദശാസന്ധിയിലേക്ക് മടക്കം. ക്യാൻസർ ബാധിതനായി പാടാനാകാതെ കിടന്ന നാളുകൾ. അന്തരംഗം ശ്രുതിയിടുമ്പോഴും നാദത്തെ തടയുന്ന കണ്ഠനാളം. യാതനയുടെ നാളുകളിലൊന്നിൽ പ്രിയ പത്നിയെയും വളർത്തുപുത്രനെയും സാക്ഷിയാക്കി ധ്യാനാത്മകമായ ശാന്തതയോടെ ഗുരുസവിധത്തിലേക്ക്, നിത്യവിശുദ്ധിയുടെ നാദബ്രഹ്മത്തിലേക്ക് ആ ദേവഗായകൻ പറന്നുപോയി. നക്ഷത്രം പൊലിഞ്ഞെങ്കിലും അതിന്റെ കിരണങ്ങൾ സംഗീതഗംഗയിൽ പ്രകാശം പരത്തി അനന്തമായി തിളങ്ങി നിൽക്കുന്നു. രാമനാഥൻ പാടുമ്പോൾ ഏതോ ഹിമാവൃത ഭൂഖണ്ഡത്തിൽ ആണ്ടുപോയ പ്രാക്തന നഗരത്തിന്റെ തെരുവുകളിൽ അലയുന്ന പഥികൻ ഇപ്പോഴും വറ്റാതൊഴുകുന്ന മനുഷ്യ ശബ്ദത്തിന്റെ തെളിനീരുറവ കണ്ടെത്തുന്നു. രാമനാഥൻ പാടുമ്പോൾ മരിക്കുന്ന ഭൂമിയിൽ നിന്നു പറന്നുയരുന്ന അവസാനത്തെ ശൂന്യാകാശ നാവികൻ മറ്റൊരു നക്ഷത്രത്തിൽ ഇലവിരിഞ്ഞുയരുന്ന ജീവന്റെ നാമ്പു കണ്ടെത്തുന്നു. Come on.